ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മൂകാംബികയിലെ ഔഷധ ഗുണമുള്ള കഷായ തീർത്ഥം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തിലാണ്. നിത്യവും ഒരുപാട് ഭക്തരാണ് ദേവിയുടെ ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദമാണ് കഷായ തീർത്ഥം. കുരുമുളക്, ഇഞ്ചി, തിപ്പല്ലി എന്നിങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ കഷായ തീർത്ഥം. രാത്രി 9 മണിക്കുള്ള കഷായ പൂജയ്ക്ക് ശേഷമാണ് കഷായ തീർത്ഥം ഭക്തർക്ക് കഴിക്കാനായി നൽകുന്നത്. ക്ഷേത്രത്തിൻ്റെ 4 അമ്പലത്തിന് പുറത്ത് വെച്ചാണ് കഷായ തീർത്ഥം ഭക്തർക്കായി വിതരണം ചെയ്യുക. ഔഷധ ഗുണവും ദേവിയുടെ അനുഗ്രഹവും കൂടിയ ഈ കഷായ തീർത്ഥം കുടിക്കുന്നതിലൂടെ ശരീരത്തിൽ ക്ഷീണവും അസ്വസ്ഥതകളും ശമിക്കും എന്നാണ് വിശ്വാസം. അതിനായി ഒരുപാട് ഭക്തർ കഷായ തീർത്ഥം കഴിക്കാനായി രാത്രി പൂജ കഴിയും വരെ കാത്തു നിൽക്കാറുണ്ട്. ശങ്കരാചാര്യർ ദേവിയെ തപസ്സു ചെയ്യുന്നതിനിടയിൽ അസുഖബാധിതനായി എന്നും അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലെത്തിയ മൂകാംബിക ദേവി കഷായ തീർത്ഥം നൽകിയെന്നും അതോടെ ശങ്കരാചാര്യരുടെ ജ്വരം മാറിയെന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഈ കഷായ തീർത്ഥം കുടിക്കുന്നവർക്ക് മാറാവ്യാധിയിൽ നിന്നും രക്ഷ നേടാം എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം രാത്രി പൂജയ്ക്ക് നേദിക്കുന്നു. ശങ്കരാചാര്യർ തന്നെ ഏർപ്പെടുത്തിയതാണ് ഈ കഷായ വിതരണം എന്ന ഈ ചടങ്ങ്. മൂകാംബിക ദേവിയുടെ അടുത്ത് വരുന്ന ഭക്തർക്ക് രോഗപീഠകളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കഷായ വിതരണം ഏർപ്പെടുത്തിയത്. മൂകാംബിക ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാമല്ലോ. കഷായ തീർത്ഥത്തിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് മാതേ, ജഗദീശ്വരി മാതേ, ശാരദ ഭവാനി.